എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത്ത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗൂഗിൾ കലണ്ടർ. ആ ഗൂഗിൾ കലണ്ടർ എങ്ങനെയാണ് ഒരു സംരംഭകന് വളരെ ഹെൽപ്ഫുൾ ആകുന്നത് എന്നുള്ളതാണ്. നമ്മളിതിനു മുമ്പ് ഗൂഗിൾ ഫോംസിനെ പറ്റി പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രൊഡക്റ്റാണ് ഗൂഗിൾ കലണ്ടർ. ഇതിൻ്റെ ഉപയോഗം പറയുമ്പോൾ ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് തന്നെ നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. അണ്ടിൽ വി മാനേജ് ടൈം വി ക്യാൻ മാനേജ് നത്തിങ്. നമ്മൾ എപ്പോഴാണോ നമ്മുടെ സമയത്ത് ഭംഗിയായിട്ട് നിയന്ത്രിക്കാനോ പ്രയോറിറ്റൈസ് ചെയ്യാനോ സാധിക്കുന്നത്, അപ്പോൾ മുതലാണ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അല്ലാത്തടത്തോളം കാലം എന്ത് മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിലൊന്നും ഒരു വ്യക്തത ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സമയത്ത് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ സമയം ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ വളരെ മനോഹരമായിട്ടൊരു ടൂളാണ് ഗൂഗിൾ കലണ്ടർ. ഈ ടൂളിൽ നിന്ന് ഇങ്ങനെ സമയം നിയന്ത്രിക്കുന്നതിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ പേഴ്സണൽ ലൈഫായിക്കോട്ടെ പ്രൊഫഷണൽ ലൈഫായിക്കോട്ടെ ഡിസിപ്ലിൻ ആക്കുന്നതിലും വളരെ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തെ മാനേജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് ഡിസിപ്ലിൻഡ് ആവും. ആ ഡിസിപ്ലിനിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ടൂൾ എന്നുള്ള നിലയിൽ ഗൂഗിൾ കലണ്ടർ ഇന്ന് വളരെ വളരെ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ഈ ഒരു ഡിജിറ്റൽ കലണ്ടറുകളൊക്കെ വരുന്ന കാലത്തിന് മുമ്പ് നമുക്കറിയാം, എല്ലാവരും ഡയറിയിലോ പേപ്പറുകളിലോ ഒക്കെയാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരുന്നത്. ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, ഇന്ന പ്രധാനപ്പെട്ട ദിവസമുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ സംഭവിക്കുന്നത് അതൊരു അൺഓർഗനൈസ്ഡ് മെത്തേഡാണ്. അപ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഒരാവശ്യം വരുമ്പോൾ നമുക്ക് ആ ബുക്ക് നോക്കിയാൽ കാണില്ല, പേപ്പർ നോക്കിയാൽ കാണില്ല, പലപ്പോഴും ഡയറി കൊണ്ടുവന്ന് വല്ലയിടത്തും വെച്ച് മറന്നു പോകും. അപ്പോൾ എന്നാൽ ഇന്ന് ടെക്നോളജിയുടെ സഹായത്തോടുകൂടി ഓൺലൈൻ കലണ്ടറുകൾ ധാരാളമായിട്ട് വന്നു. മൊബൈലും ഒക്കെ ആയിട്ട് സിങ്ക് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വന്നു. ഏത് സ്ഥലത്തിരുന്നും വ്യൂ ചെയ്യാൻ പറ്റും, എവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാം, അപ്പോയിൻമെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, അത് ആ കലണ്ടർ പലർക്കും ഷെയർ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇങ്ങനെയുള്ള ഒരു ഓൺലൈൻ കലണ്ടർ തന്നെയാണ് ഗൂഗിൾ കലണ്ടറും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾക്ക് അപ്കമ്മിങ് ആയിട്ടുള്ള ഇവൻറ്റുകൾ, അപ്പോയിൻമെൻറ്റുകൾ, ആക്ടിവിറ്റികൾ, മീറ്റിങ്ങുകൾ, ഡെഡ് ലൈൻസ് ആയിട്ടുള്ള ഡേറ്റുകൾ, ഇതിനെല്ലാം പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാനോ സെറ്റ് ചെയ്ത് വെക്കാനോ തീർച്ചയായിട്ടും സഹായിക്കും. അത് സ്വാഭാവികമായിട്ടും ഒരു സംരംഭകനെ കൂടുതൽ ഓർഗനൈസ്ഡ് ആക്കാനും അവരുടെ പ്ലാനിങ് ബെറ്റർ ആക്കാനും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനും തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ പേഴ്സണൽ അവരുടെ ഒരു പ്ലാനിങ്ങിലൊക്കെ ഗൂഗിൾ കലണ്ടർ തീർച്ചയായിട്ടും അറിയുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ പ്ലാനിങ്ങും കൂടുതൽ എഫക്റ്റീവ് ആകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇനി ഗൂഗിൾ കലണ്ടറിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, പ്ലെൻറ്റി ഓഫ് ഇൻ്റഗ്രേഷൻസ്. നമുക്ക് ഒരുവിധം പ്രൊഡക്റ്റീവായിട്ടുള്ള എല്ലാ ആപ്പുകളുമായിട്ടും ടൂളുകളുമായിട്ടും ഒക്കെ ഗൂഗിൾ കലണ്ടറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. നമ്മൾ ഗൂഗിൾ സപ്പോർട്ട് ചെയ്യുന്ന ആപ്പുകളെല്ലാം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ, എല്ലാ ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റുകളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ പ്ലാനിങ് സമയം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാര്യവും പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും സഹായിക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, സ്മാർട്ട് ഷെഡ്യൂളിംഗ് ഫോർ മീറ്റിംഗ്സ്. സ്മാർട്ടായിട്ടുള്ള ഷെഡ്യൂളിങ്, ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരും ഒരു ഓഫീസിലെ ഗൂഗിൾ കലണ്ടറിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ ഏത് ടൈമാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള, എല്ലാവർക്കും അനുയോജ്യമായ സമയം കണ്ടെത്തി ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനോ ആർക്കും പങ്കെടുക്കാൻ പറ്റാതെ പോകേണ്ട ആവശ്യങ്ങളോ ക്ലാഷുകളോ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതെല്ലാവരിലേക്കും ഈ കലണ്ടർ നമുക്ക് ഷെയർ ചെയ്യാം, റിമൈൻഡർ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു കലണ്ടർ ഇമ്പോർട്ട് ചെയ്യോ എക്സ്പോർട്ട് ചെയ്യോ ഇവൻറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ആ സ്മാർട്ട് ഷെഡ്യൂളിംഗ് ആണ് രണ്ടാമത്തെ ബെനിഫിറ്റ്. മൂന്നാമത്തെ കാര്യം, ആക്സസ് ഫ്രം സെവറൽ ഡിവൈസസ്. ഒരുപാട് ഡിവൈസുകളിൽ നമുക്കിത് അറ്റ് എ ടൈം വേണമെങ്കിൽ യൂസ് ചെയ്യാം. മേ ബി ഇത് മൊബൈലിൽ യൂസ് ചെയ്യാം, ഡെസ്ക്ടോപ്പിൽ യൂസ് ചെയ്യാം, ടാബ്ലറ്റിൽ യൂസ് ചെയ്യാം. അപ്പോൾ എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളത് വലിയൊരു ഗുണമാണ്. നാലാമത്തെ കാര്യം, സിങ്ക്രണൈസസ് വിത്ത് മൊബൈൽ ഇൻബിൽഡ് കലണ്ടർ. ഓരോ മൊബൈലിലും നമുക്ക് ഇൻബിൽഡായിട്ട് തന്നെ വരുന്ന കലണ്ടറുകളുണ്ട്. ഇതുമായിട്ട് സിങ്ക് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓഫ്ലൈനായിട്ടും ഗൂഗിൾ കലണ്ടർ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഗുണം. അഞ്ചാമത്തെ കാര്യം, ആഡ് അറ്റാച്ച്മെൻറ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു ഗുണമാണ്. നമുക്ക് ഗൂഗിൾ കലണ്ടറിലേക്ക് മറ്റ് ഇവൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഫയലുകളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം. അത് ഡൗൺലോഡ് ചെയ്ത ആളുകൾക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഒരു ഇവൻ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ഇൻവിറ്റേഷൻ ഉണ്ടാവും, അതിൻ്റെ അകത്തുള്ള ചില ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. ആ ഡോക്യുമെൻറ്റുകളൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുള്ള വലിയൊരു ഗുണമാണ്. ആറാമത്തെ കാര്യം, സെറ്റ് ഓട്ടോ റിമൈൻഡേഴ്സ് ഫോർ ഇവൻറ്റ്സ്. ഇതൊരു നല്ല ഫീച്ചറാണ്. ഗൂഗിൾ കലണ്ടറിൻ്റെ ഈ ഫീച്ചർ നമുക്കൊരു മീറ്റിങ്ങും വിട്ടുപോകാതിരിക്കാൻ, അതിനെപ്പറ്റി മറന്നു പോകാതിരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഓട്ടോമാറ്റിക്കലി തന്നെ അലേർട്ടുകൾ റിമൈൻഡറും എല്ലാം വരും എന്നുള്ളത് വലിയൊരു ഗുണമാണ്. ഇനി ഏഴാമത്തെ കാര്യം, എനേബിൾഡ് വേൾഡ് ക്ലോക്ക്. കാരണം ഇന്നിപ്പോൾ ഓൺലൈനായിട്ടൊക്കെയാണ് പലരും പല കമ്മ്യൂണിക്കേഷൻസും നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലിരിക്കുന്നവർ ആ സമയം അതിനനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. എസ്പെഷ്യലി ഇവൻറ്റുകൾ, കോൺഫറൻസുകൾ, വെബിനാറുകളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ US ലാണോ UK ലാണോ ദുബായിലാണോ ഇതിൻ്റെ എല്ലാം
ഡിഫറെൻറ്റ് ടൈമുകളാണല്ലോ, ഈ ടൈമൊക്കെ നമുക്ക് സെറ്റായി വരാൻ വേൾഡ് ക്ലോക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ കലണ്ടർ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത് സെറ്റ് ചെയ്തോളും. ഇനി നമുക്ക് എട്ടാമത്തെ കാര്യം, മീറ്റിംഗ് ലൊക്കേഷനുകൾ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗൂഗിൾ കലണ്ടറിനെ ഗൂഗിൾ മാപ്പുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ലൊക്കേഷനിലേക്ക്, ഒരു കോൺഫറൻസ് നടക്കുകയാണ്, അതിൻ്റെ ഇൻവിറ്റേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ കലണ്ടറിൽ അത് ബ്ലോക്ക് ചെയ്തതെന്ന് മാത്രമല്ല, വരുന്ന ആൾക്ക് ആ മാപ്പ് നോക്കി കറക്റ്റ് ലൊക്കേഷനിലെത്താൻ പറ്റും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. ഒമ്പതാമത്തെ കാര്യം, ഷെയർ യുവർ കലണ്ടർ വിത്ത് അതേഴ്സ്. മറ്റുള്ള ആളുകളിലേക്ക് അത് ഷെയർ ചെയ്യാം. അതിൻ്റെ കൺട്രോൾ വ്യൂ എങ്ങനെയായിരിക്കണം കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ആരൊക്കെ വ്യൂ ചെയ്യണം, ആരൊക്കെ എഡിറ്റ് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കും, അങ്ങനെ ഗൂഗിൾ കലണ്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അടുത്ത 10ാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗെറ്റ് എ ഡെയിലി റിവ്യൂ ഓഫ് യുവർ അജണ്ട. നമ്മളൊരു അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേഴ്സണൽ അസിസ്റ്റൻ്റ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ഗൂഗിൾ കലണ്ടർ നമുക്ക് ഇമെയിലായിട്ട് എല്ലാ ദിവസവും അതിൻ്റെ അപ്ഡേറ്റ്സുകൾ തരാനുള്ള ഓപ്ഷൻസുകളുണ്ട്. ഓട്ടോമാറ്റിക്കലി തന്നെ ആ ഇമെയിൽ ഫെസിലിറ്റി അതുവഴി ഡെയിലി അജണ്ട നമുക്ക് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ഒരു ഫീച്ചർ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഡെയിലി റിവ്യൂവിന് വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കും. ടോട്ടൽ ഒരു ആക്ഷൻ പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ അതിന് ആ മന്ത്ലി പ്ലാനിന് വീക്ക്ലി പ്ലാനോ ഡെയിലി പ്ലാനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സുള്ള മനോഹരമായിട്ടുള്ള മറ്റൊരു ഗൂഗിൾ പ്രൊഡക്റ്റാണ് ഗൂഗിൾ കലണ്ടർ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മൾ പേഴ്സണൽ ഡിസിപ്ലിൻ ആണെങ്കിലും ഓരോ കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ വിട്ടുപോകാതിരിക്കാൻ, ചിലപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഓരോ എംപ്ലോയീസിൻ്റെയും ബർത്ത്ഡേകളായിരിക്കും, ആനിവേഴ്സറികളായിരിക്കും, നമുക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളായിരിക്കും. നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഓർത്ത് വയ്ക്കേണ്ട ദിവസങ്ങളും ഇവൻറ്റുകളും ഒന്നും വിട്ടുപോകാതിരിക്കാൻ തീർച്ചയായിട്ടും ഗൂഗിൾ കലണ്ടർ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഗൂഗിൾ കലണ്ടർ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ബിസി ഷെഡ്യൂളിൽ നമുക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. പേഴ്സണലും പ്രൊഫഷണലും ആയിട്ടുള്ള ലൈഫിനെ ഡിസിപ്ലിൻഡ് ആക്കാൻ സഹായിക്കും. ഓരോ മീറ്റിങ്ങുകളും ആക്ടിവിറ്റീസും നമുക്ക് ട്രാക്ക് ചെയ്യാൻ സഹായിക്കും. അൾട്ടിമേറ്റ്ലി ബിസിനസ് ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിൽ നമുക്ക് വളരെയധികം സഹായകരമായൊരു ടൂളാണ്. നന്നായിട്ട് ഇത് ഉപയോഗിക്കുക. താങ്ക് യു സോ മച്ച്.